ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ദൈനംദിന ജീവിതത്തിൽ ഏതൊരു വിഷയത്തെക്കുറിച്ചായാലും പൊതുവായിട്ടുള്ളൊരു ധാരണയുള്ള ഈ തിരുവാതിര നക്ഷത്രക്കാർ ഒരേ സമയത്ത് തന്നെ ഒന്നിൽ കൂടുതൽ കാര്യങ്ങളിലൂടെ അവനവൻ്റേതായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവരാണ്. അതുകൊണ്ട് ഇവർ ഏറ്റെടുത്തതായിട്ടുള്ള ഏതൊരു കാര്യമായാൽ പോലും അത് വൃത്തിയായിട്ടും ആത്മാർത്ഥതയോടു കൂടിയിട്ടും ചെയ്യുന്നവരാണ് ഈ തിരുവാതിര നക്ഷത്രക്കാർ. എന്നാലോ ചില സമയങ്ങളിൽ എന്തൊക്കെ തടസ്സങ്ങളും എന്തൊക്കെ ബുദ്ധിമുട്ടുകളും ഇവരുടെ മുന്നിലേക്ക് വന്നാൽ പോലും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ നക്ഷത്രക്കാരിൽ ഈ ഫെബ്രുവരി മാസത്തിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും വളരെയധികം ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ബുധനാണെങ്കിൽ ഫെബ്രുവരി മാസം 5-ാം തീയതി മുതൽ ഭാഗ്യസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതും ഈ സമയത്ത് ജന്മരാശിയിലാണെങ്കിലോ ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റേതായ സ്വാധീനശക്തി നിലനിൽക്കുന്നതുകൊണ്ട് തിരുവാതിര നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടും എല്ലാം ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട്. എന്നാലോ അഷ്ടമാധിപനായിരിക്കുന്ന ശനീശ്വരൻ കണ്ടകശനിയായിട്ട് നിന്നുകൊണ്ട് ഈ ശനീശ്വരൻ സുഖസ്ഥാനത്തേക്കും 12-ാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തേക്കും ഈ ശനീശ്വരൻ നോക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് യാത്രകളിലും ഡ്രൈവിങ്ങിലും ശ്രദ്ധ വേണം. വീഴ്ചകളോ ക്ഷതങ്ങളോ വരാതെ നോക്കേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ഫെബ്രുവരി മാസത്തിൽ. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ വളരെയധികം അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. വിദ്യാർത്ഥികൾക്കും വളരെ നല്ല അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ. ഇനി തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയും നിവൃത്തിനാഥനുമായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ജന്മരാശിയിൽ നിൽക്കുന്നത് കൊണ്ടും ഈ സമയത്ത് ഭാഗ്യസ്ഥാനത്താണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട്. ഈ സമയത്ത് പുതിയ പുതിയ ചിന്തകളിലൂടെ കർമ്മസ്ഥാനത്ത് നല്ല രീതിയിലുള്ളതായ പരിവർത്തനങ്ങൾക്കും മാറ്റങ്ങൾക്കും അനുകൂലമായിട്ടൊരു സമയമാണ്. അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ. പൊതുവേ ഈ തിരുവാതിര നക്ഷത്രക്കാർ ശിവനെ ആരാധിക്കുന്നത് വളരെ നല്ലതാണ്. വിശേഷിച്ച് വഴിപാടുകൾ ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ് ഈ നക്ഷത്രക്കാർക്ക്.